തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ചിഹ്നത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സ്ഥാനാർത്ഥികളുടെ പേര് മനസ്സിൽ പതിഞ്ഞില്ലെങ്കിലും ചിഹ്നം പതിയണം. അതുകൂടി കണക്കിലെടുത്താണ് പ്രചാരണം നടത്തുക. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം, മുസ്ലിം ലീഗിന്റെ ഏണി, CPM-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം, CPI-യുടെ അരിവാള് നെൽക്കതിരും എന്നിവ വർഷങ്ങളായി തുടരുന്ന ചിഹ്നങ്ങളാണ്. പൂട്ടിയ കാളകളായിരുന്നു കോൺഗ്രസിന് തുടക്കത്തിൽ ലഭിച്ച ചിഹ്നം. കർഷകരുടെ രാജ്യമെന്ന നിലയിൽ ഈ ചിഹ്നത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. 1969 കോൺഗ്രസ് പിളർന്നപ്പോൾ പൂട്ടിയ കാളകൾ എന്ന ചിഹ്നം നഷ്ടമായി. 1975 കാലയളവിൽ പശുവും കുട്ടിയുമാണ് ചിഹ്നമായി കോൺഗ്രസിന് ലഭിച്ചത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇതായിരുന്നു ചിഹ്നം. അന്ന് കേരളത്തിൽ കോൺഗ്രസ് മുന്നണി വിജയിച്ചെങ്കിലും ദേശീയ തലത്തിൽ ജനതാ പാർട്ടി തൂത്തുവാരി. 1978 പശുവും കുട്ടിയാണ് ചിഹ്നമായി ലഭിച്ചത്. എന്നാൽ പിന്നീട് ഇത് മരവിപ്പിച്ചു. പിന്നീട് കൈപ്പത്തിയാണ്. അതാണ് ഇന്നും തുടരുന്നത്. കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ചിഹ്നമാണ് എല്ലാ പാർട്ടികളും താല്പര്യപൂർവ്വം തിരഞ്ഞെടുക്കുന്നത്. ജനതാ പാർട്ടിക്ക് കലപ്പയേന്തിയ കർഷകനായിരുന്നു ചിഹ്നം. പിന്നീട് ജനതാദൾ ആയപ്പോൾ കറ്റയേന്തിയ കർഷക സ്ത്രീയായി. ജനതാദൾ S ആയി പാർട്ടി മാറിയപ്പോൾ ചക്രം ചിഹ്നമായി ലഭിച്ചു. ഇപ്പോൾ കേരളത്തിൽ RJDക്ക് റാന്തലാണ് ചിഹ്നമായി അനുവദിച്ചിട്ടുള്ളത്. കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ശരത് പവാർ രൂപീകരിച്ച NCPക്ക് ടൈം പീസ് ആണ് ചിഹ്നം. അതിപ്പോൾ അജിത് പവാർ വിഭാഗത്തിന്റെ കയ്യിലുമാണ്. ഇപ്രാവശ്യം സംസ്ഥാനത്തെ NCPക്ക് കാഹളം മുഴക്കുന്ന മനുഷ്യനാണ് ചിഹ്നമായി കിട്ടിയത്. ചിഹ്നം മാറി വരുന്നത് രാഷ്ട്രീയ കക്ഷികൾക്കും പ്രവർത്തകർക്കും പ്രയാസം സൃഷ്ടിക്കും. 1964 പിളർപ്പിന് ശേഷം CPI അരിവാളും നെൽക്കതിരും ചിഹ്നമായി നേടി. അതേസമയം CPM-ന് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നമായി കിട്ടി. അരിവാളും ചുറ്റികയും പാർട്ടി പതാകയിലുള്ളതാണ്. അതിന്റെ കൂടെ നക്ഷത്രവും കൂട്ടിച്ചേർത്തു. ഇടക്കാലത്ത് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയവർ കോൺഗ്രസ് S രൂപവൽക്കരിച്ചപ്പോൾ ചർക്കയായിരുന്നു ചിഹ്നമായി ലഭിച്ചിരുന്നത്. UP-യിലും മറ്റും ഒരു കാലത്ത് സജീവമായിരുന്ന കാൻഷിറാമിന്റെ BSPക്ക് ആനയാണ് ചിഹ്നമായി അനുവദിച്ചത്. ആം ആദ്മി പാർട്ടിക്ക് ചൂലാണ് ചിഹ്നം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും അവർക്ക് സ്ഥാനാർത്ഥികളുമുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ടെലിവിഷൻ, ഗ്ലാസ്, കുടം, ക്ലോക്ക് തുടങ്ങിയ ചിഹ്നങ്ങളാണ് അനുവദിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് ചിഹ്നം വോട്ടർമാരുടെ മനസ്സിൽ ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.